ചില ആളുകൾക്കുള്ളൊരു സംശയമാണ് ടൈലിൻ്റെ മുകളിൽ വീണ്ടും ടൈൽ ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ മുമ്പ് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ബാത്റൂമിൽ വീണ്ടും നമ്മൾ ടൈൽ ഒട്ടിക്കുകയാണ്. അതും പഴയ ടൈൽ അതേപടി നിലനിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ടൈൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടൈൽ ഓൺ ടൈൽ സിസ്റ്റത്തിലാണ് ടൈൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ ടു ടൈൽ ഒട്ടിക്കാൻ പറ്റിയ ഗമ്മ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ഗമ്മ് ഉപയോഗിച്ചിട്ട് പഴയ ടൈൽ നമ്മൾ അതേപടി നിലനിർത്തി അതിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൽ വരുന്ന ഒരു ടൈലാണ്, 4x2 കാർവിംഗ് ഫിനിഷിങ് വരുന്ന ടൈലാണ് നമ്മളിവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ടൈൽ ഓൺ ടൈൽ സിസ്റ്റം ഫോളോ ചെയ്യാതെ നിലവിലുള്ള ടൈലുകളെല്ലാം പൊളിച്ച് ഒഴിവാക്കിയിട്ട് വീണ്ടും ടൈൽ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന വശം നമുക്ക് ഒരുപാട് ലേബർ കോസ്റ്റ് അതിൽ വരും. കൂടാതെ ഒരുപാട് വേസ്റ്റേജ് വരും. ടൈലൊക്കെ പൊട്ടിച്ചിട്ടുള്ള വേസ്റ്റേജ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പറ്റും. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ തന്നെ ഇപ്പോഴത്തെ വാൾ മൗണ്ടഡ് ക്ലോസറ്റ്, നിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലംബിംഗ് സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് അതിനുള്ള കോസ്റ്റ് മാത്രമേ അഡീഷണൽ കൊടുക്കേണ്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിന് നമുക്ക് പൊളിക്കുന്ന ലേബർ വരും. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പ്ലാസ്റ്റർ ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ ലേബർ, അങ്ങനത്തെ ഒരുപാട് എമൗണ്ട് നമുക്ക് വരും. ഇവിടെ ഈ ഒരു സൈറ്റിൽ പ്ലംബിങ്ങിൻ്റെ കുറച്ച് പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. അല്ലാത്ത ഭാഗത്തൊക്കെ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് വെച്ചിട്ടാണ് അവരുള്ളത്. പിന്നെ ഈ ഒരു ബാത്റൂമിൽ അഡീഷണൽ ആയിട്ട് നിഷും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് മാത്രമേ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ടൈലിൻ്റെ മുകളിലും അതേപോലെ വാളിലും നമ്മൾ ഒരേപോലെ നമ്മൾ ട്രവൽ കൊണ്ട് ഗമ്മ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ടൈല് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ നമ്മൾ വേറെ തന്നെ വേർതിരിച്ചിട്ട് ഡിപ്പൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിലൊക്കെ തന്നെയാണ് നമ്മളിത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. ആ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് കാണിക്കാം. മൊത്തം നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബാത്റൂമിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഒരുപാട് കൊല്ലം പഴക്കമുള്ള ഈ ഒരു ബാത്റൂമിനെ നമുക്ക് ഇപ്പം പുതിയൊരു രീതിയിലേക്ക് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിഷാണിത്. ഈ നിഷൊക്കെ കൊടുത്ത് അതിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 തരം ടൈലാണ്, വാളിലും അതേപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാളിൽ ഡാർക്ക് കളറിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വലിയൊരു വാഷ് ബേസിൻ കൗണ്ടറും ഈ ഒരു ബാത്റൂമിൽ ഉണ്ട്. ഈ ഒരു ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ കൗണ്ടർ നമ്മൾ വലിയ സ്ലാബ് ടൈല് കൊണ്ട് ആണ് ചെയ്തിട്ടുള്ളത്. 45 ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്.